പണ്ട് കിഴക്ക് കുളത്തൂപ്പുഴയിൽ നിന്നെങ്ങാണ്ടൊരു വേട സമുദായത്തിൽപ്പെട്ട ഒരു പയ്യൻ ഒരു പെണ്ണിനെ അടിച്ചുകൊണ്ട് പോരുന്നെന്നും ആ പെണ്ണുമായിട്ട് ഇവിടെ വന്നിട്ട് അവർ തിരക്കി വന്നപ്പോൾ ഇവൻ കല്ലുരുട്ടി കളഞ്ഞും വെച്ച് അവൻ അവിടെ വിളിച്ചിരുന്നെന്ന് പറയുന്ന കുറ്റം കാട്ടില്ല. അവൻ ചത്തെന്നും പറഞ്ഞ അവന്മാർ പോയി. അങ്ങനെ വേടൻചാടി മലയെന്ന് പേര് കിട്ടി. ഈ ഒരു വേടൻചാടി മലയെ കുറിച്ച് എനിക്ക് അറിയാൻ സാധിച്ചത് യുമാപ് ട്രാവലർ എന്ന് പറയുന്ന ഒരു ബ്ലോഗറിലൂടെയാണ്. സ്കൂൾ കുട്ടികളെല്ലാം ഇവിടെ, സ്കൂൾ കുട്ടികളൊന്നും മാത്രമല്ല, ഇന്നിപ്പോ ഞാൻ തിങ്കളാഴ്ച വർക്കിൻ്റെ അല്ലേ, എന്നാലും ശനി വെള്ളി ശനി ഞായറൊക്കെ ഇഷ്ടംപോലെ ജനങ്ങൾ വരുന്നു. അതുകൊണ്ടല്ലേ ചാടകർക്ക് ഒറ്റപ്പെട്ട് കിടക്കുന്നത്. നല്ല മനോഹരമായ ഒരു സ്കൂളാണ് പെരിങ്ങാല സ്കൂൾ. നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ്. ഈ സ്കൂളിൽ പഠിക്കാൻ പറ്റിയ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോക്ക് താഴെ വന്ന് കമന്റ് ചെയ്യുക. വെൽക്കം ബാക്ക് ടു അമേസിംഗ് വൈസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കൂടെ ഉള്ളത് വിവേകാണ്. നമ്മൾ ഇന്നൊരു യാത്ര പോകാൻ വേണ്ടി പോവുകയാണ്, ഒരു തുരുത്തിലേക്ക്. കൊല്ലം ജില്ലയിൽ കൊല്ലം താലൂക്കിൽ മണ്ടോത്തുരുത്ത് ഗ്രാമത്തിൽപ്പെട്ട മനോഹരമായ ഒരു ദ്വീപ്, അതെ, പെരിങ്ങാലം ദ്വീപ്. വിവേക്, നമ്മൾ പോകുന്ന ദ്വീപിന്റെ പ്രത്യേകത എന്തുവാ? പ്രത്യേകം എന്ന് പറഞ്ഞാൽ അവിടെ വേടൻചാടി മല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു 10-20 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. പിന്നെ ഒരു സ്കൂള്, പിന്നെ ക്ഷേത്രങ്ങള്, ദേവാലയം, അങ്ങനെ കാണാൻ ഒരുപാട് സംഭവങ്ങളുണ്ട് അവിടെ. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. നമ്മളിങ്ങനെ കേട്ടറിവാണ്. എന്തായാലും അങ്ങോട്ട് പോവാം. ഈ ചേട്ടനാണ് നമ്മളെ പെരിങ്ങാലം തുരുത്തിലേക്ക് എത്തിക്കുന്നത്. ചേട്ടന്റെ വൈഫിനെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പൊ നമ്മളെയും കൂടി അപ്പുറത്തേക്ക് ആക്കി തരാമെന്ന് പറഞ്ഞു. ചേട്ടന്റെ വീടും പെരിങ്ങാലം ദ്വീപിലാണ്. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ പെരിങ്ങാലം ദ്വീപിലേക്ക് എത്താൻ. നമ്മൾ ഒരുപാട് നാളായിട്ട് കാണാൻ ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട്. ചേട്ടന്റെ പേരെന്താ? ചന്ദ്രൻ. നമ്മൾ പോകുന്ന തുരുത്തിലേക്ക് എത്തിപ്പെടാൻ ഇവിടെ ഒരു പാലവും ഇല്ല, ഇവിടെ ഒരു റോഡ് പോലും ഇല്ല. ആകെയുള്ളത് ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ മാത്രം. ഇവിടെയുള്ള ആൾക്കാരുടെ ഏക ആശ്രയം എന്ന് പറയുന്നത് ഇതുവഴി പോകുന്ന സർവീസ് ബോട്ടുകളാണ്. സർവീസ് ബോട്ടുകൾ കിട്ടിയില്ലെങ്കിൽ കൂടുതൽ പൈസ കൊടുത്ത് നമ്മൾ സ്പീഡ് ബോട്ടുകൾ വിളിക്കേണ്ടി വരും. ചേട്ടനാണ് ഞങ്ങളെ ഇവിടുന്ന് പെരിങ്ങാലം തുരുത്തിലേക്ക് എത്തിച്ചത്. ചേട്ടാ, ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? പറയാനാ, ഇവിടെ ടൂറിസംകാരുടെ ഏറ്റവും വലിയൊരു മേഖലയാണ്. മൺട്രോതുരുത്തി വരുന്ന ടൂറിസ്റ്റുകാരെല്ലാം ഇവിടെ വരുന്നത് അല്ലേ? ഇവിടെ എത്ര കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്? ഇവിടെ ഒരു 10-100 പേരെ വീട് കാണത്തോളൂ താമസക്കാർ. ബാക്കി എല്ലാരും പോയല്ലേ? ബാക്കി എല്ലാരും വീട് കൂട്ടിയിട്ടിട്ട് പോയിരിക്കും വേറെ സ്ഥലത്തൊക്കെ. ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ എന്തൊക്കെയാണ്? ഇവിടെ വേടൻചാടി മലയുണ്ട്, പിന്നെ ധ്യാനതീരം അടിപൊളിയാണ് അല്ലേ? അടിപൊളിയാണ്. പിന്നെ 4 വശവും വെള്ളമാണെങ്കിലും നടുക്ക് ഭയങ്കര കുന്നാണ്. സ്കൂള് നിൽക്കുന്നത് വേണ്ടൊരു 65-70 അടി പൊക്കത്തിലാണ് സ്കൂള് നിൽക്കുന്നത്. അപ്പൊ അങ്ങോട്ട് വരുമ്പോ കാണാം സ്കൂൾ. ഇതിലൂടെ അങ്ങോട്ട് കയറും. വേടൻചാടി മലയുടെ പ്രത്യേകത എന്തുവാ? വേടൻചാടി മലയുടെ ഒരു ഐതിഹ്യം പറയുന്ന പണ്ട് കിഴക്ക് കുളത്തൂപ്പുഴയിൽ നിന്നെങ്ങാണ്ടൊരു വേട സമുദായത്തിൽപ്പെട്ട ഒരു പയ്യൻ ഒരു പെണ്ണിനെ അടിച്ചുകൊണ്ട് പോരുന്നെന്നും ആ പെണ്ണുമായിട്ട് ഇവിടെ വന്നിട്ട് അവര് തിരക്കി വന്നപ്പോ ഇവൻ കല്ലുരുട്ടി കളഞ്ഞും വെച്ച് അവൻ അവിടെ വിളിച്ചിരുന്നെന്ന് പറയുന്ന കുറ്റം കാട്ടില്ല. അവൻ ചത്തെന്നും പറഞ്ഞ അവന്മാർ പോയി. അങ്ങനെ വേടൻചാടി മലയെന്ന് പേര് കിട്ടി. ഞങ്ങളൊന്ന് കടയെ കണ്ടിട്ട് വരട്ടെ. ഓ ശരി. ഇത് പ്രധാന ഉപജീവന മാർഗം ഈ ഇതൊക്കെ നേരത്തെ ഇവിടെ കയറായിരുന്നു, കയർ മേഖലയായിരുന്നു. മൊത്തം കയർ മേഖലയായിരുന്നു. പിന്നെ കൃഷിയും അതും ഇതെല്ലാം എല്ലാ കൃഷിയും. എവിടുന്ന് വന്നാലും വള്ളത്തിലോ ബോട്ടിലോ കയറണം. ഇവിടുത്തെ ബോട്ടിന്റെ സമയക്രമങ്ങളൊക്കെ ഒന്ന് പറയാമോ? രാവിലെ 6:45 പെരിങ്ങാലത്തുനിന്ന് അങ്ങോട്ടുണ്ട്. കൊല്ലത്തുനിന്ന് വരുന്ന ബോട്ട്. അത് പിന്നെ അവിടെ നിന്ന് 8 മണിക്ക് ഇങ്ങോട്ട് വരും. 8 മണി കഴിഞ്ഞാൽ പിന്നെ 9 മണിക്ക് 8:30 കോഴികളെ ഇങ്ങോട്ട് വരും. വീണ്ടും ഒരു ട്രിപ്പ് അടിക്കും, പിള്ളേരെ കൊണ്ടുവരും. അതുപോലെ പിള്ളേർ കൂടുതലുണ്ട്. ഹയർ സെക്കൻഡറി.
ആ പുള്ള അവിടെ 2 ട്രിപ്പ് അടിച്ചിട്ട് പിന്നത്തെ ട്രിപ്പ് നേരെ അങ്ങ് പേഴുന്തുരുത്ത് പോകും. ഈ സ്കൂളിലോട്ടൊക്കെ ഉള്ള പിള്ളേർ വെളിയിൽ നിന്നൊക്കെ വരുന്നുണ്ടോ? വെളിയിൽ നിന്നുണ്ട്, കാമനാട് തൊട്ട് ഇങ്ങോട്ടുണ്ട്, ഉണ്ടല്ലേ, കൊല്ലത്തു നിന്നൊക്കെ ഉണ്ട്. കാര്യം ഓൺലൈനിലായതുകൊണ്ടേ. ഇവിടുത്തെ അധ്യാപകർക്ക് ഇവിടെ സ്റ്റേ ആണോ അതോ? അല്ല എല്ലാരും പോയി വരിക അല്ലേ? കുറെ പേര് ഇതേപോലെ സ്പീഡ് ബോട്ട് വിളിച്ച് വരുന്നവരുണ്ട് സ്ഥിരം. അവർ 4-5 പേര് കൂടി ഒന്നിച്ച് വന്നിട്ട് ബോട്ടിൽ വരും. ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം അങ്ങനെ എന്തെങ്കിലും ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. വെള്ളക്കെട്ടെന്ന് പറഞ്ഞ ഒരു പരിപാടിയേ ഇല്ല. അത് മണ്ഡലത്തിലേ ഉള്ളു അല്ലേ? മണ്ഡലത്തിലേ ഉള്ളു. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മേളില്, ഞങ്ങളുടെ കുന്നിന്റെ മേളിൽ ഒരു തടാകം പോലെ ഉണ്ട്. അവിടെ വെള്ളം സ്റ്റോർ ചെയ്യും. അതാ ഞങ്ങളുടെ കുടിവെള്ളം. അത് തടാകം പോലെ അടക്കി. അതാ സ്കൂളിന്റെ ബാക്കില ചെല്ലുമ്പോ കാണാം അല്ലേ? അതിപ്പോ അങ്ങ് നികന്ന് ഒത്തിരി ഇതായി. പിന്നെ അതിന്റെ ഒരു ഊറ്റ് നമ്മുടെ ഈ വഴിയിലൊക്കെ വരുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഓക്കേടാ, താങ്ക് യു. വിവേകേ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമ ഷൂട്ടിംഗ് ഇവിടെ നടന്നിട്ടുണ്ട്. ഇവിടെ വെച്ചാൽ നമ്മുടെ പൊന്മാൻ എന്ന് പറഞ്ഞ മൂവി ഇവിടെയാണ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ബേസിൽ ജോസഫിന്റെ അവിടെ ആ ഭാഗത്തൊക്കെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിന്റെ ഈ കണ്ടൽക്കാട് പിടിച്ചേക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇവിടെ കുറച്ച് ഭാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് ഒരു ഡച്ച് പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്, അവിടെയും കുറച്ച് ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ മൺട്രോത്തുരുത്ത് വരുന്നവര് ഇവിടെയും കൂടെ സന്ദർശിച്ചിട്ട് പോകണം. കാരണം വെച്ചാൽ ഇവിടെ ഒരുപാട് കാണാൻ കാഴ്ചകളൊക്കെ ഒരുപാടുണ്ട്. നിങ്ങളത് കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിരിക്കും. വിവേക് മച്ചാ, നമ്മൾ തുരുത്തിനുള്ളിലേക്ക് പോകുമ്പോൾ ദാണ്ട് ഈ ഭാഗത്ത് ഒരു വലിയ ആമ്പൽ കുളം കാണാൻ സാധിക്കുന്നുണ്ട്. 1-2 ആമ്പലുകളെ നമ്മൾ ഈ കുളത്തിൽ കണ്ടിട്ടുള്ളൂ. അതുകൂടാതെ അതിന്റെ നടുക്കായിട്ട് തെങ്ങ് കൃഷിയൊക്കെ ഉണ്ട്. ഫിഷ് ഫാം അല്ലേ? ആണ്ട് ഈ ചേട്ടന്റെ ഫിഷ് ഫാം ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. എന്തിനാ കരിമീൻ എന്തി? ഇത് നമ്മൾ നേരത്തെ കണ്ട നമ്മളെ വള്ളത്തിൽ ഇപ്പുറത്തേക്ക് ആക്കി തന്ന ആ ചേട്ടന്റെ ഫിഷ് ഫാം ആണ്. ഇവിടെ തിലോപ്പിയയും കരിമീനും ഒക്കെയാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. ഇത് കേട്ടറിഞ്ഞ് പുറത്തു നിന്നും ഇവിടേക്ക് മീൻ മേടിക്കാൻ വരുന്നവരുടെ എണ്ണവും വളരെ കൂടുതലാണ്. ഏകദേശം എത്രത്തോളം കരിമീനും സിലോപ്പിയൊക്കെ ഉണ്ട് ഇവിടെ? ഇത് നിറച്ചുണ്ടായിരുന്നു, ഇപ്പൊ കുറെ പിടിച്ച് മാറ്റി നമ്മള്. ഇനിയിപ്പോ അങ്ങ് ആയിക്കോളും, തനിയെ അങ്ങ് ആയിക്കും, ബ്രീഡിങ് ആയിക്കോളും. നമ്മളൊരു 10-25 എണ്ണം ഇട്ടാൽ മതി അല്ലേ? പിന്നെ അതിൽ കുഞ്ഞുങ്ങളുമായിട്ട് ചില സമയത്ത് നമുക്ക് കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുമ്പോൾ ഒന്നിച്ചെടുക്കാൻ പറ്റും. പുറത്തുനിന്നൊക്കെ ആൾക്കാർ വാങ്ങിക്കാൻ വരുന്നുണ്ടോ? അപ്പൊ ഉറപ്പായിട്ട് ചേട്ടന്റെ നമ്പർ ഞാൻ വീഡിയോക്ക് താഴെ കൊടുത്തിരിക്കും. വാങ്ങാൻ വരുന്നവർ ചേട്ടനെ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യും കേട്ടോ. ഇത് റെഡ് സിലോപ്പിയ മാത്രം ഇട്ട് ശരിയാക്കിയിട്ടേക്കും. ഇവിടെ തന്നെ ബ്രീഡായി അതിന്റെ കുഞ്ഞുങ്ങളെ നമ്മൾ നല്ല മഴ സമയത്ത് വെള്ളത്തിൽ കൊണ്ട് കായലിടും. അതാ ഇത്രയും വലുതായി കിടക്കും. അത് പിന്നെ ഉപ്പിലങ്ങ് പിടിച്ചോളും. ഉണ്ടല്ലേ? ഞാൻ സർവീസിലായിരുന്നു. ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്തത്. അത് ഒരു ചെറിയാക്കി മാറ്റി ബോട്ടിംഗ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു സംവിധാനമുണ്ട്. പണ്ട് ഈ പെരുമാക്കന്മാരെന്ന് പറയുന്ന ഒരു വർഗ്ഗം ഇവിടെ താമസിച്ചെന്നാ പറയുന്നത്. അവരുണ്ടാക്കിയതാണെന്നാ പറയുന്നത്. അവിടെ വെള്ളം കെട്ടി നിൽക്കുമ്പോ ഞാൻ ഇവിടെ എല്ലാം ഊറ്റാവും. സ്ഥലത്തിനൊക്കെ എന്തുണ്ട് വില ഇവിടെ? ഇവിടെ 40-50 ഒക്കെ ഉണ്ട്. 40-50 ഉണ്ടല്ലേ? കഞ്ഞി കുടിക്കാൻ പോകുന്നില്ലേ നമ്മുടെ സ്ഥിരം ജോലിക്കാർ? അവിടെ ശരിയാക്കിയെന്ന് പറഞ്ഞു. ഇത് ചേട്ടന്റെ മില്ലാണ്. നല്ല നാടൻ വെളിച്ചെണ്ണ ഇവിടെ കിട്ടുന്നതായിരിക്കും. യാതൊരു മായവും ഇല്ലാത്ത നാടൻ വെളിച്ചെണ്ണ എന്ന് വെച്ചാൽ കൊപ്ര നമ്മൾ 3ാമത്തെ ദിവസം ആട്ടിയെടുക്കും. ട്രയറിനകത്ത് കയറ്റി വെയിലത്തെങ്ങും വെക്കത്തില്ല. പിന്നെ നല്ല വെളിച്ചെണ്ണ മേടിക്കാൻ ഇവിടെ വന്നാൽ മതി. നല്ല വെളിച്ചെണ്ണ. സ്കൂളിലെ ടീച്ചർമാരും എല്ലാരും ഇവിടെ മേടിച്ചോണ്ടല്ലേ? അപ്പൊ മായ ഇല്ലാതെ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം. വിവേകനെ ഇത്രയും പ്രതീക്ഷിച്ചില്ല അല്ലടാ? അടിപൊളിയായിരുന്നല്ലേ? പോകുന്ന വഴിയിൽ ചെറിയൊരു കുരിശടി കാണാം. അതിന് പുറകിലായിട്ടാണ് പെരിങ്ങാലം ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു അമ്മ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ വർഷങ്ങളായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച പെരിങ്ങാലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഞാൻ +1 പഠിക്കുമ്പം പലരും പറയാറുണ്ട് ഇതേപോലെ ഒരിടത്തും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾക്ക് പെരിങ്ങാലം സ്കൂളിൽ അഡ്മിഷൻ കിട്ടും, അവിടെ ധൈര്യമായിട്ട് കൊടുത്തു നോക്കാൻ. അങ്ങനൊന്നും അല്ല കേട്ടോ. നല്ല അടിപൊളി സ്കൂളാണ് പെരിങ്ങാലം. നല്ല കിടിലമായിട്ട് അവർ ഇതിനെ അലങ്കരിക്കുന്നുണ്ട്, ഇതിനെ മെയിൻറ്റെയിൻസ് ചെയ്യുന്നുണ്ട്.
1920 ഈ സ്കൂൾ സ്ഥാപിതമായത്. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നീ പഠന വിഭാഗങ്ങളിലായിട്ടാണ് കുട്ടികൾ ഇവിടെ പഠിക്കുന്നത്. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ. ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയ കൊല്ലം മൺട്രോത്തുരുത്ത് പഞ്ചായത്തിലെ ഏക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയമാണ് പെരിങ്ങാലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. പെരിങ്ങാലത്ത് മലയിൽ ദിവാൻ മുതലാളി എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി തന്റെ 2 മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി 10 സെന്റ് സ്ഥലത്ത് 1920 ആരംഭിച്ചതാണ് ഈ വിദ്യാലയം. കല്ലട സ്വദേശിയായ ശ്രീ കുഞ്ഞുകുഞ്ഞായിരുന്നു ആദ്യത്തെ പ്രഥമ ഹെഡ് മാസ്റ്റർ. പിന്നീട് ഈ സ്കൂൾ സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു. ഇവിടെ ചെറിയൊരു കൃഷിത്തോട്ടമൊക്കെ നമുക്ക് കാണാം. വളരെ മനോഹരമായ ഒരു സ്കൂളാണ്. മറ്റ് സ്കൂളുകളെ പോലെ ഹൈടെക് ആയിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ദൂരെ നിന്നൊക്കെയുള്ള കുട്ടികൾ ഇവിടെ പഠിക്കാനായിട്ട് വരും. ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ ഏകദേശം കണ്ട്. ഇത് പെരിങ്ങാൽ സ്കൂളിന്റെ ഗ്രൗണ്ടാണ്. പിന്നെ അങ്ങോട്ട് നോക്കിയാൽ കാണാം സ്കൂള് മേപ്പോട്ട് ഉയർത്താനുള്ള കുറെ പണിയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു പുതിയ സ്കൂൾ ബിൽഡിംഗ് ആണ്. ഇവിടെ പണി നടക്കുന്നതേ ഉള്ളൂ. തൊട്ട് സൈഡിലായിട്ട് കാണുന്ന ഒരു പഴയ സ്കൂൾ കെട്ടിടവും. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥലം വേടൻചാടി മലയിലേക്കാണ്. വിവേകാനന്ദ സാംസ്കാരിക വേദി എന്നാണ് നമ്മുടെ ഈ സാംസ്കാരിക വേദിയുടെ പേര്. കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു കട കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും വാങ്ങി കുടിച്ചിട്ട് ഇനി മുന്നോട്ട് പോകാം. തെക്കോട്ട് എന്ന് പടിഞ്ഞാറല്ലേ? ഈ ഒരൊറ്റ കടയുള്ള ഇവിടെ അല്ല, വേറെ കടകളൊക്കെ ഉണ്ട് അല്ലേ? വടക്കുവശത്തുണ്ട്, തെക്കുവശത്തുണ്ട്. ഇവിടുന്ന് വേടൻചാടി മലയിലേക്ക് എത്ര ദൂരം പോകണം? ഇത് നടക്കണം. പള്ളി എടുത്ത് എന്ന് അങ്ങോട്ട് ചെല്ലുമ്പോ ആരോടും ചോദിച്ചാലും പറഞ്ഞു തരുമല്ലോ. അങ്ങനെ പോകും. അമ്മയുടെ പേരെന്താ? മേരിക്കുട്ടി. മേരിക്കുട്ടി. 10-50 പിള്ളേരെ സെക്കൻഡറി ഉണ്ട്. വേടൻചാടി മല ലക്ഷ്യമാക്കി ഞങ്ങൾ നടക്കുകയാണ്. ഇതൊക്കെ നിന്റെ എപ്പിക് ഡയലോഗ് നടിച്ചേ. ഗൈസ്, വളരെ മനോഹരമായ ഒരു ഭൂപ്രദേശം. വിവേക് മച്ച ഒരു സംഭവമാണ് കേട്ടോ. വിവേക് മച്ചയുടെ ഫാൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോക്ക് താഴെ വന്ന് കമന്റ് ഇടണം. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. കൊല്ലം ലത്തീൻ രൂപതയുടെ കീഴിലുള്ള സ്വർഗാരോപിത മാതാ ദേവാലയമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ദേവാലയം ഇപ്പോഴും വർക്കിംഗ് ആണ്. ഞായറാഴ്ചകളിൽ കുർബാന കൂടാനായിട്ട് ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വരുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. തൊട്ട് സൈഡിലായിട്ട് തന്നെ ഒരു സെമിത്തേരി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു സെമിത്തേരിയാണ്. ഈ പള്ളി കുർബാനയൊക്കെ ഉണ്ടോ ചേച്ചി? കുർബാനയൊക്കെ ഉണ്ടല്ലേ? ആണല്ലേ. ചേട്ടന്മാരുടെ പേരെന്താ? ഹെൻറി. രാജൻ. അഗസ്റ്റിൻ. എത്ര വീട്ടുകാരുണ്ട് ഇവിടെ മൊത്തത്തിൽ താമസിക്കുന്നത് ഈ ഒരു തുരുത്തില്? വീടിനകത്തേ ഉള്ളു അല്ലേ? താമസമുള്ള 200 വീടും താമസമുള്ളതാണോ? പോയി. ഇവിടെ പുതിയ വികസനങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ? ഇതൊക്കെ തന്നെ. ഇതെല്ലാം ഏത് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്നത്? മൺട്രോത്തുരുത്ത് പഞ്ചായത്തിൽ 13 വാർഡ്. ഇപ്പം ഈ ഇലക്ഷൻ ആകുമ്പോൾ 14 ആകുന്നു. പ്രസിഡന്റ് ഒക്കെ എന്തെങ്കിലും ആവശ്യമൊക്കെ വരുമ്പോ ഇങ്ങോട്ടൊക്കെ വരാറുണ്ടോ? അല്ല, പിന്നെ ഇപ്പോൾ ഓരോ വലിയ കാര്യങ്ങളല്ലേ സാധിക്കുന്നത്. അതുകൊണ്ടല്ലേ ഞാടെ ഒറ്റപ്പെട്ട് കിടക്കുന്നത്.
ഞങ്ങളിപ്പോ അവര് ചെയ്തെന്നോ ചെയ്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. വരുന്നവരെല്ലാം ഞങ്ങൾക്ക് നന്നാക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ രാജ്യം ഇങ്ങനെ, ഈ ഒരു ദ്വീപ് ഇങ്ങനെ നടക്കുന്നത്. ഈ കാണുന്ന വികസനം നന്നായി കാണുന്ന മൊത്തം വികസനം ഇതൊക്കെ ഉള്ളു. ശരി. പോകുന്ന വഴിയിൽ കണ്ട ചെറിയൊരു കടയാണ് നമ്മൾ ഈ തുരുത്തിലേക്ക് വന്നതിന് ശേഷം കാണുന്ന രണ്ടാമത്തെ കടയാണ്. മല എങ്ങോട്ടാ? എങ്ങോട്ട്? തെക്കോട്ട്. അവിടെ നിന്ന് അങ്ങോട്ട് പോകണം അല്ലേ? ഇന്നത്തെ കച്ചവടമൊക്കെ കഴിഞ്ഞോ? ഇത് എവിടെയാ മീൻ കൊണ്ടുവരുന്നത്? നീണ്ടാരം കൊണ്ടുവരും. എന്നെ ഉപദേശിക്കാൻ അപ്പനാളല്ല. കാരണം നീ 5ാം ക്ലാസ് പാസ്സായതാ. അപ്പ 2ാം ക്ലാസ് മാത്രമേ പാസ്സായിട്ടുള്ളൂ. ഇവർക്ക് സ്വാഗതം യൂട്യൂബ് ചാനലിലേക്ക്. എന്റെ വീഡിയോയിൽ വന്നോണ്ട് ഇതിനെ 10 ആൾക്കാർ അറിയും. നിന്നെ ഉപദേശിക്കാൻ ഞാൻ ആളല്ല, കാരണം നീ 5ാം ക്ലാസ് പാസ്സായവന. മലയെല്ലാം ആൾക്കാർ മണ്ണിടിക്കാൻ പോയെന്ന്. ഇവിടെ ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു കുറച്ച് ആൾക്കാർ മലയെല്ലാം വള്ളത്തിൽ വന്നേ മലയെല്ലാം ഇടിക്കും. അല്ല മേല് ഭയങ്കര മനോഹരമായിട്ട് ഞാനിത് ഒന്നും ചെയ്യാത്ത ഒരു പ്രകൃതി ആസ്വദിക്കാൻ വേണ്ടി എല്ലാവർക്കും വിട്ടിരുന്നയാ. ഇതെല്ലാം എന്റേതാണ്. കാണുന്നതെല്ലാം ഞാനേ നിങ്ങളറിയാൻ സ്റ്റെപ്പ് ഉണ്ടോ? അത് ഞാൻ സ്വന്തമായിട്ട് 1,25,000 രൂപ കൊടുത്ത് ഞാനിവിടെ 12 ഇലക്ട്രിക്കൽ പോസ്റ്റിന്റെ ആൾക്കാർ വിട്ടം കൊടുത്തതാണ്. ഇത് പ്രകൃതി മനോഹരമായിട്ടാണ്. കൊല്ലം ജില്ലയിൽ ഏറ്റവും സുന്ദരമായ സ്ഥലമാണ്. സാമൂഹ്യ തിരുവുകളിലൂടെ വന്ന് രാത്രി മണ്ണ് മോട്ടിച്ചുകൊണ്ട് പോയിട്ട് മലയുടെ മതിലും പോയി. അതിന്റെ പേരില്ല ഇവിടെ ആര് വന്നാലും വലിയ നമ്മുടെ നാടിന്റെ പൈതൃകം നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതിനു വേണ്ടിയാണ് കാര്യം. ഇവിടുന്നില്ല, ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം നിങ്ങൾക്ക് ഇറങ്ങി നീന്തി ഉള്ളി വരെ പോകാം. സമൂഹമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ വീട്ടിലൊക്കെ അവിടെ അങ്ങ് വരെ സുഖമായിട്ട് പോകാം. ഇതാണോ സംഭവം? അല്ല മേളല്ല, ഞാൻ കാണിക്കാം. ഇതില് ഒരുപാട് പേര് വരുന്നുണ്ടോ ഇവിടെ മല കാണാനായിട്ട്? ഒരുപാട് പേര് വരുന്നുണ്ടോ? ഇവ കണ്ടമാനം ഇതിലെ യാത്രക്കാർ കണ്ടമാനം വരുന്നുണ്ട്. ഈ സഞ്ചാരി ഗ്രൂപ്പില് അവര് സ്ഥിരം വരുന്നതാ. നമ്മുടെ ഈ വീഡിയോ ഇറങ്ങുമ്പോൾ ഒരുപാട് ആൾക്കാർ വരും. ആൾക്കാർ വന്നോണ്ടിരിക്കുക എല്ലാ ദിവസവും. അങ്ങനെ ഫൈനലി നമ്മൾ വേടൻചാടി മല എത്താറായി. ഈ മല നിൽക്കുന്ന സ്ഥലമൊക്കെ ഈ അച്ഛൻ്റെതാണ്. ഇതിന് മുന്നേ എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമായിരുന്നു അല്ലേ? അടിപൊളി ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ ഭയങ്കര ഭംഗിയായിരുന്നു. ഇവിടെ നിന്ന് നല്ല മൈതാനം പോലെ ആൾക്കാരൊന്ന് മണ്ണെടുത്തിട്ട് ഇതിന്റെ ഭംഗി പോയി. സ്കൂൾ കുട്ടികളെല്ലാം എപ്പോഴും കൂടെ ഇതിനകത്ത് മരങ്ങളെല്ലാം കയറി നോക്കാം. ഈ മരങ്ങളെ ഇതാണ് നമ്മൾ കുറെ നാളായിട്ട് കാണാൻ ആഗ്രഹിച്ച വേടൻചാടി മല. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് വർക്കല ക്ലിഫിന്റെ മുകളിൽ നിൽക്കുന്ന പോലെയാണ്. വർക്കല ക്ലിഫിന്റെ മുകളിൽ നിന്നും കടലിലേക്ക് നോക്കുമ്പോൾ ഉള്ള ഒരു കാഴ്ച ഉണ്ടല്ലോ, അതുപോലെയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വേടൻചാടി മല ഒന്ന് വിസിറ്റ് ചെയ്യണമെന്നുള്ളത്. ഈ ഒരു വേടൻചാടി മലയെ കുറിച്ച് എനിക്ക് അറിയാൻ സാധിച്ചത് യുമാപ് ട്രാവലർ എന്ന് പറയുന്ന ഒരു ബ്ലോഗറിലൂടെയാണ്. അദ്ദേഹം 2-3 വർഷം മുന്നേ ഈ ഒരു വേടൻചാടി മലയെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ എന്റെ ആഗ്രഹമായിരുന്നു ഈ ഒരു തുരുത്തിൽ വരണമെന്നുള്ളതും ഈ വേടൻചാടി മല കാണണമെന്നുള്ളതും. അതെന്തായാലും ഇന്ന് ആ ആഗ്രഹം സാധിച്ചു. നല്ല അടിപൊളി വൈബുള്ള ഒരു സ്ഥലമാണ്. വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ സൂര്യാസ്തമയം സൂര്യോദയം ഒക്കെ കണ്ടിട്ട് നമുക്ക് പോവാം. വേടൻചാടി മല കണ്ടിട്ട് ഇഷ്ടപ്പെട്ട എനിക്ക്? വളരെ പീസ്ഫുൾ ആയ സ്ഥലം. ഞാൻ നമ്മളിവിടെ കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയുള്ള പ്ലേസ് ആണത്. പിള്ളേര് പറയുന്നത് ഇവിടെ ഒരു മുനിഷി ഇവിടെ എങ്ങാണ്ട് തപസ്സിരുന്നെന്നോ. ആ മുനിഷി ഇവിടെ തപസ്സിരുന്ന സമയത്ത് വേടനും അന്ന് അമ്പും ബില്ലോട്ട് അവരുടെ വേട്ടയാടാൻ എങ്ങാണ്ട് വന്ന സമയത്ത് മുനിഷി ഈ വേടന്റെ ഭാര്യയെ പുള്ളി വഷളാക്കി. അങ്ങനെ അയാള് ആ മുനിഷയെ ശപിച്ചും കൊണ്ടെടുത്ത് വേടൻ ചാടിയെന്നാണ് പറയുന്നത്. അതിൽ എത്രയൊക്കെ യാഥാർത്ഥ്യം ഉണ്ടെന്ന് പറയാൻ ഒക്കത്തില്ല. സത്യമാണല്ലോ. കൊണ്ടുവന്നേ ഇവിടെ അല്ലേ? ഞാൻ ഇവിടെ കൊണ്ടാണ്ട് പാത്രം കണ്ടല്ലേ പിന്നെ വന്നിട്ട് ജാളി വെച്ചിട്ട് കൽക്കരി കൊണ്ടുവന്നിട്ട് നല്ലപോലെ ഫാക്ടറി കളിക്കേണ്ടി പോവാം.
ദൂരെയൊക്കെ പോയി വെറുതെ കാശികളുണ്ട്. കൊല്ലം ജില്ല അന്ന് കൃഷ്ണകുമാർ മന്ത്രിയായിരുന്ന സമയത്ത് ബോസ് ജില്ലാ കളക്ടർ ഇവിടെ വന്നിട്ട് ഇതെല്ലാം മനോഹരമാക്കി തരാന്ന് പറഞ്ഞു. ഒരുപാട് ഓഫറൊക്കെ നല്ലത് കല്ലൊക്കെ ഇട്ട് അടിക്ക് നല്ല രുചിയാന്ന് പറഞ്ഞ സ്കൂൾ പിള്ളേരൊക്കെ വന്നിരിക്കുമല്ലേ ഇവിടെ? ഇഷ്ടം പോലെ സ്കൂൾ കുട്ടികളല്ല ഇവിടെ. സ്കൂൾ കുട്ടികളൊന്നും മാത്രമല്ല, ഇന്നിപ്പോ ഞാൻ തിങ്കളാഴ്ച വർക്കിന്റെ അല്ലേ, ശനി വെള്ളി ശനി ഞായറൊക്കെ ഇഷ്ടംപോലെ ജനങ്ങൾ വരുന്നത്. നല്ലൊരു നാളെ ആള് വരും, ഞായറാഴ്ചയല്ലേ. ഈ വരുന്ന നമ്മുടെ നാട്ടിലെ ആൾക്കാരെ വിദേശം ദൂരനൊക്കെ വരുന്നവർക്ക് അവിടുന്ന് യമഹ ബോട്ടിനകത്ത് കയറി അവിടെ കൊണ്ടുപോയി ആ കണ്ടൽക്കാട് മൊത്തം കറങ്ങി തിരിഞ്ഞ് മണ്ടൂർ പെരുങ്ങാലൊക്കെ ഇറക്കി ഒരു ചെറിയ പാക്കേജായിട്ട് ടീമായിട്ട് വന്നു കഴിഞ്ഞാലേ 10 പേര് കൂടുതലല്ലേ? 5-10 പേര് അല്ല ഒരു ടീമേ ചെറിയ ഭക്ഷണമൊക്കെ വെച്ച് ഒരു പാക്കേജ് ആയിട്ട് നമ്മൾ കൊടുക്കും. ഈ വീഡിയോ കാണുന്നവരെ ഒരുപാട് പേര് വരട്ടെ. അപ്പൊ അച്ഛന്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കാം കേട്ടോ. അങ്ങനെ വേടൻചാടി മല കണ്ടിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ധ്യാന കേന്ദ്രം ഉണ്ട്, നമ്മൾ അങ്ങോട്ടേക്ക് വേണ്ടി പോവാണ്. അപ്പൊ അതിനു മുന്നേ സിയോൺ മല, വേടൻചാടി മല അല്ല സിയോൺ മല. അപ്പൊ സിയോൺ മല കണ്ടിട്ട് നമ്മള് ധ്യാന കേന്ദ്രത്തിലേക്ക് പോവാണ്. അതിനു മുന്നേ നമുക്ക് അച്ഛൻ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കട്ടൻ ചായ ഇട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് കുടിച്ചിട്ടായിരിക്കും അങ്ങോട്ട് പോകുന്നത് കേട്ടോ. ശരിയാണ്. അങ്ങനെ വേടൻചാടി മലയെല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ച് ധ്യാന കേന്ദ്രത്തിലേക്ക് പോവുകയാണ്. അവിടെ നിന്നാണ് നമുക്ക് തിരിച്ചു പോകാനുള്ള ബോട്ടുള്ളത്. ഇപ്പൊ വന്ന അച്ഛനുണ്ടല്ലോ, അച്ഛന്റെ സ്ഥലമാണ് ഇതെല്ലാം. അച്ഛൻ നമുക്ക് വേടൻചാടി മലയെക്കുറിച്ച് വിശദമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അത് മാത്രമല്ല അച്ഛന്റെ വീട്ടിൽ കൊണ്ടുപോയി നമുക്ക് ചായയൊക്കെ ഇട്ട് തന്നു. എന്തായാലും ആ അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ മതിൽക്കെട്ടിനുള്ളിലാണ് ബദേൽ മാർത്തോമ ധ്യാന കേന്ദ്രം. കായലിന്റെ തീരത്ത് തന്നെയാണ് ഈ ഒരു ധ്യാന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു ചെറിയ കാത്തിരിപ്പ് കേന്ദ്രം കാണാം. പെരിങ്ങാലത്തേക്ക് വരുന്ന സർവീസ് ബോട്ടുകൾക്കെല്ലാം ഇവിടെയാണ് സ്റ്റോപ്പ് ഉള്ളത്. ഇതാണ് ആ ധ്യാന കേന്ദ്രത്തിന്റെ ഉൾവശം. ഒരുപാട് സഞ്ചാരികൾ വരാറുള്ള ഒരു സ്ഥലമാണ്. അത് മാത്രമല്ല ഒരുപാട് സ്കൂളുകളിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഒക്കെയാണ് ഇവിടെ ക്യാമ്പ് ചെയ്യാൻ വരുന്നത്. നിർഭാഗ്യവശാൽ ഇതിന്റെ പണി നടക്കുകയാണ് അകത്ത്, അതുകൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് കയറാൻ പറ്റിയിട്ടില്ല. പിന്നെ ഒരു അവസരത്തിൽ നമ്മൾ ഇതിനകത്ത് കയറുന്നതായിരിക്കും. നമുക്ക് തിരിച്ചു പോകാനുള്ള സർവീസ് ബോട്ട് ഇതാ വന്നു കഴിഞ്ഞു. ഇതിലാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. പെരിങ്ങാലം തുരുത്തിലെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം ഫൈസൽ സൈനിങ് ഓഫ്.